friends, Assalamualaikum. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ ആയില്ലേ DIYs ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു DIY ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സ്കിന്ന് വൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ഒക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വെളിയിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യണത്. കാരണം അകത്ത് നല്ല ചൂടാണ് ഗൈസ്. ഫാനിടാണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ തന്നെ വേർത്ത് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പുറത്തിരുന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങളിത് വീക്ക്ലി ഒരു 2-3 ടൈംസ് 1 മന്തെങ്കിലും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്നെങ്കിലും കൂടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്നൊരു ബീട്രൂട്ടിൻ്റെ ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിത് ആദ്യം ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്തതാണ് കേട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട്. ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് ഫുള്ള് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാനും അതേപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റനിങ് ആകാനും വൈറ്റനിങ് ആകാനും ഒക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ബീട്രൂട്ട്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ലോണം അരച്ചെടുക്കുക, നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു പ്യൂരിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അരിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പാലുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ ഇതാണ് ഗായ്സ്. അപ്പോൾ ഇത് നമ്മൾ ബീട്രൂട്ട്, പിന്നെ പാല്, അരിപ്പൊടി, ഇത് 3ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഭയങ്കര നല്ല ലൂസായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. എന്നിട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തണുപ്പോടെ ഇടുമ്പോൾ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ വേറൊന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടേ വന്നതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഈ ഒരു പാക്ക് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ കഴുത്തിലൂടെ ഇടുക ഗൈസ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും കഴുത്തിലിടുന്നില്ല, ബിക്കോസ് ഞാനിപ്പം ഇവിടെ നിന്നാണല്ലോ എടുക്കുന്നത്, വെളിയിലിരുന്ന് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെയും അങ്ങ് പോയി കഴുകി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡ്രസ്സിലൊക്കെ ആകും. അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ഇടുന്നില്ല കേട്ടോ. മുഖം നമുക്ക് പെട്ടെന്ന് കഴുകാമല്ലോ. പിന്നെ ഒരു കാര്യം അധികം ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബീട്രൂട്ടിൻ്റെ പാക്ക് ഇടുന്ന സമയത്ത് അത് ഇട്ടാൽ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ കഴിയില്ല, ഫുള്ള് ഭയങ്കര കളറായിരിക്കും, മുഖത്തുനിന്ന് കളർ പോകാൻ പ്രയാസമാണെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കും, ഒട്ടും കളർ ഉണ്ടാവില്ല കേട്ടോ. ബീട്രൂട്ടിൻ്റെ ആ ഒരു റെഡ് കളർ നമ്മുടെ ഫേസിൽ അങ്ങനെ ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മൾ നോർമൽ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു ചോപ്പ് പോകാണ്ടൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ വെളിയിലിരുന്ന് എടുക്കുന്നതുകൊണ്ട് ഇതിൽ റോട്ടിലൂടെ എന്തോ പോകുന്നുണ്ട് ഗൈസ്. അതിൻ്റെ നല്ല ജണ്ടമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കളർ കുറച്ച് കൂടുകയും കുറയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വെയിൽ വരുന്നു പോകുന്നു ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് അപ്പോൾ ഇതാ ഞാനിതാ എൻ്റെ ഫേസ് ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല തിക്കിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഒരു തിക്കായിട്ടാണ് കേട്ടോ ഇടുന്നത്, നല്ല ഇതായിട്ട് ഇടുന്നില്ല, ബിക്കോസ് നമ്മളത് കുറച്ചുകൂടി ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചധികം തിക്കി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട്
ഗൈസ് നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫേസിലിടുമ്പോൾ കഴുത്തിലൂടെ ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് അങ്ങനെയോടെ ഇടാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് എനിക്കിവിടെ ഇട്ടാൽ കഴുകാനുള്ള പ്രയാസം കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, കഴുത്തിലൂടെ ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബീട്രൂട്ടിൻ്റെ ഇടുന്ന പറയുന്ന സമയത്ത് പറയും അതിട്ടാൽ വെളിയിലിറങ്ങാൻ പറ്റില്ല, എന്താ പറയുക, റെഡ് കളറായിട്ടിരിക്കുന്നൊക്കെ ഒക്കെ വെറുതെ ആണ് കേട്ടോ. നമ്മൾ ഇത് മാത്രമായിട്ട് ഇടുന്ന സമയത്താണ് നമ്മുടെ ഫേസിൽ ആ ഒരു കളർ വല്ലാണ്ട് വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട്, ഇപ്പം ഞാൻ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ പാലിട്ടിട്ടുണ്ട്. ആ ഒരു ടൈം ഇട്ട സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കഴുകിയ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ ഭയങ്കരമായിട്ട് ഫേസിലുള്ള പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാലും യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൂട്ടുന്നത്, അരിപ്പൊടി അല്ലെങ്കിൽ കടലപ്പൊടി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കുക കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 15 മിനിറ്റ്സ്. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഏത് പാക്ക് നമ്മുടെ ഫേസിൽ ഇട്ടാലും ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ്, ആ ഒരു സമയം കൊണ്ട് എത്രത്തോളം ഉണങ്ങുന്നോ അത്ര ഉണങ്ങിയാൽ മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാൻ, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് അധികം ആൾക്കാരും ഇടുന്നത് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഇടരുത്. കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇടുന്ന അത്ര നല്ലതല്ല. ബിക്കോസ് ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. നമ്മുടെ കണ്ണിൻ്റെ താഴത്തെ ആ ഒരു സ്കിന്നും നമ്മുടെ കവിളിലുള്ള സ്കിന്നും ഒരേതാണോ അല്ല. ഇത് ഭയങ്കരമായിട്ട് നല്ലൊരു നേർത്ത ഒരു സ്കിന്നാണ് കേട്ടോ ഇവിടെ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എന്തെടുത്ത സമയത്തും ആ ഒരു ഭാഗത്ത് ഇടാതിരിക്കുക. നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കുക്കുമ്പർ വെച്ച് കൊടുക്കാം. അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് ഒരിക്കലും കണ്ണിൻ്റെ ചുറ്റും ഇടാതെ ഇരിക്കുക കേട്ടോ. കാരണം അഥവാ എന്തെങ്കിലും നമ്മുടെ അവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫേസിന് പിടിക്കാത്തതാകാം, എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്കിവിടെ പെട്ടെന്ന് ഇതാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് ഏത് പാക്ക് ഇടുന്ന സമയത്തും അവിടെ ഇടാതിരിക്കുക. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക കേട്ടോ. പലരും ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ണിന് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഇടരുത് കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മൾ ഇടാതിരിക്കുക ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ ഫേസ് ഫുൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു 15 മിനിറ്റ്സ് ആവട്ടെ. ഞാൻ എന്തായാലും വെയിലത്താണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുമായിരിക്കും. പിന്നെ ഇവിടെ റോഡിലൂടെ എന്തോ സംഭവം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെണ്ട മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നാലും നമുക്കൊരു 50 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങട്ടെ. അപ്പം എന്തായാലും നിങ്ങൾ വെളുത്തിട്ട് പാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗായ്സ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയൂല. കാരണം ഇതിട്ട പാടൊന്നും നിങ്ങൾ വെളുത്തിട്ട് പാറുന്നില്ല കേട്ടോ. നമ്മൾ ബീട്രൂട്ട് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാസത്തിൽ ഒരു 3-4 അല്ല വീക്ക്ലി ഒരു 2-3 യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ കുറച്ചൊന്ന് കൂടിയതായിട്ട് കാണാം. അല്ലാതെ വെളുത്തിട്ട് പാറുമെന്ന് ചോദിച്ചാൽ പാറത്തൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ നമ്മളിതിപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലെയിൻ വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്തത്. അല്ലാതെ നമ്മൾ ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടൊന്നും വാഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് പ്ലെയിൻ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ബീട്രൂട്ടിൻ്റെ കളർ ഇങ്ങനെ ഊറി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബീട്രൂട്ടിൻ്റെ കളർ ഇങ്ങനെ ഊറി നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അതിൽ വേറെ എന്തെങ്കിലും ഒന്നുകൂടി ചേർത്തിടുന്ന സമയത്ത് അങ്ങനെ ഒന്നും നിൽക്കില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ടാ.